എല്ലാവർക്കും iMobiles ഫോൺ റിപ്പയർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് നോക്കിയയുടെ 105 എന്ന മോഡൽ ചാർജ് കയറുന്നില്ല കൊണ്ടൊരു കംപ്ലൈൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കണക്ടർ ഫുള്ളായിട്ട് ഫംഗസ് വന്ന് ദ്രവിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ കണക്ടർ എങ്ങനെയാണ് സിമ്പിളായിട്ട് പ്രോപ്പറായിട്ട് മാറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ആദ്യം ചാർജിങ് കണക്ടർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തു. അതിലുള്ള പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷം കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചാർജിങ് കണക്ടർ ഫുള്ളായി ലെഡ് ഉപയോഗിച്ച് ഫുള്ളായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുക. ഞാനിതിൽ ഹോട്ട് എയർ ഗൺ ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ സോൾഡറിങ് അയൺ വെച്ചിട്ടാണ് ഈ ചാർജിങ് കണക്ടർ റിമൂവ് ചെയ്യുന്നത്. നമ്മുടെ സോൾഡറിങ് അയണിൽ 420 ഡിഗ്രി ചൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ചാർജിങ് കണക്ടറിൻ്റെ മുകളിൽ നല്ലോണം ലെഡ് ഉപയോഗിച്ചിട്ട് ഈ ചാർജിങ് കണക്ടർ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട്, കാരണം ഈ ചാർജിങ് കണക്ടർ ഒരുപാട് ദ്രവിച്ച് പോയിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ പ്രിൻ്റൊക്കെ പോയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത് റിമൂവ് ചെയ്തതിന് ശേഷമേ അറിയുള്ളൂ. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഹീറ്റ് കൊടുത്തിട്ട് റിമൂവ് ആവുണ്ടോ നോക്കാം. ഓക്കെ, ചാർജിങ് കണക്ടർ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ബോർഡൊന്ന് പി സി ബി ബോർഡിലുള്ള പഴയ ലെഡെല്ലാം ഡീസോൾഡറിങ് വിക്ക് ഉപയോഗിച്ച് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ഡീസോൾഡറിങ് വിക്ക് മെക്കാനിക് എന്ന ബ്രാൻഡിൻ്റെയാണ്. അതുപോലെ ഉപയോഗിക്കുന്ന സോൾഡറിങ് അയൺ മെക്കാനിക് ബ്രാൻഡിൻ്റെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പി സി ബി ക്ലീനർ ഉപയോഗിച്ച് ബോർഡ് ക്ലീൻ ചെയ്യുന്നുണ്ട്. പ്രിൻ്റൊന്നും പോയിട്ടില്ല, എല്ലാ പ്രിൻ്റും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോർഡ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി ഫ്ലക്സ് ആഡ് ചെയ്തതിന് ശേഷം പുതിയ ചാർജിങ് കണക്ടർ നമുക്ക് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് നമ്മൾ ടിപ്പ് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ആദ്യം ആ ഒരു ലെഗ് മാത്രം ഫസ്റ്റ് സോൾഡർ ചെയ്യുക. എന്നിട്ട് ചാർജിങ് കണക്ടർ അതിന് മുകളിൽ വെറുതെ വയ്ക്കുക. എന്നിട്ട് ട്യൂസർ കൊണ്ട് ചാർജിങ് കണക്ടറിന് മേലെ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആ ഒരു ലെഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്യുക. അപ്പോൾ ചാർജിങ് കണക്ടർ കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. ഇത് കറക്റ്റായി ഫിറ്റ് ആയതിനു ശേഷം എല്ലാ ലെഗും കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. ഇത് സോൾഡർ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിൽ ഫുള്ള് ഫംഗസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉപയോഗിക്കുന്ന സോൾഡറിങ് ലെഡും മെക്കാനിക് ബ്രാൻഡിൻ്റെയാണ്. ലോ മെൽറ്റ് സോൾഡറാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലക്സും മെക്കാനിക് ബ്രാൻഡിൻ്റെയാണ്. ഓക്കെ, ചാർജിങ് കണക്ടർ കറക്റ്റായി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോണിലെ കംപ്ലൈൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റിപ്പയർ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.